പത്തനംതിട്ട അടൂരിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ദുരൂഹത തുടരുന്നു. നൂർനാട് സ്വദേശിയും അധ്യാപികയുമായ അനുജ രവീന്ദ്രനും ചാരുമൂട് സ്വദേശി ഹാഷിമുമാണ് മരിച്ചത്. സ്കൂളിലെ അധ്യാപകരുമൊത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിനോദയാത്ര കഴിഞ്ഞു വന്ന അനുജയെ വാഹനം തടഞ്ഞു നിർത്തി ഹാഷിം കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അപകടത്തിന് മുൻപ് കാറിനുള്ളിൽ ഇരുവരും തമ്മിൽ ബലപ്രയോഗം നടന്നതായി സാക്ഷികളുടെ മൊഴികളുമുണ്ട്. സംഭവം ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മകൻ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് ഹാഷിമിന്റെ അച്ഛൻ പ്രതികരിച്ചു. നമ്മൾ വേറെ ആക്സിഡന്റ് കേസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്ന വഴിക്കാണ് ഇത് കാണുന്നത്. നമ്മളിത് കണ്ടപ്പോൾ കണ്ടെയ്നർ സൈഡ് ഒഴിച്ചതാണ്, എന്നിട്ട് കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റിയത്. പറഞ്ഞാൽ ഇടിയുടെ ആഘാതത്തിന് ഈ ഫ്രണ്ടിലിരുന്ന കുട്ടി ബാക്കിലാണ്, ഈ ടീച്ചർ ബാക്കിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്, അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടൂർ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് കൂടുതലുള്ള അധ്യാപകർ പറഞ്ഞത് ഇതുപോലെ അവർ വണ്ടി ബ്ലോക്ക് ചെയ്ത് വണ്ടി വിളിച്ചിറക്കുകയായിരുന്നു. ആദ്യം പറഞ്ഞ് ഇവരുടെ പക്ഷത്തിൻ്റെ മോനാണെന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് പൊക്കി കഴിഞ്ഞാൽ അവർ ഒരു ടീച്ചറിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. വന്ന ടീച്ചർമാർ അവിടെ വെച്ച് തന്നെ പറഞ്ഞത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പറഞ്ഞായിരുന്നു. അവർ പോലീസിലും അറിയിച്ചിരുന്നല്ലേ? അവർ പോലീസിലും അറിയിച്ചിരുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അപകടമാണ് പിന്നീട് ആത്മഹത്യയിലേക്ക് തെളിഞ്ഞത്. പട്ടാഴി വടക്കേക്കരയിലാണ്, ഏഴംകുളം റോഡിൽ പട്ടാഴി വടക്കേക്കരയിലാണ് ഒരു അപകടമുണ്ടായത്. ആ അപകടത്തിൽ കൊല്ലപ്പെട്ട അധ്യാപികയും സുഹൃത്തും ഹാഷിമുമാണ്. രണ്ടുപേരാണ് ഈ അപകടത്തിൽ മരണപ്പെടുന്നത്. ഇത് പിന്നീട് ആത്മഹത്യയാണെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ അനുജയുടെ സുഹൃത്തായ ഹാഷിമും അനുജയും സഞ്ചരിച്ച കാറാണ് ഒരു ടാങ്കർ ലോറിയിൽ ഇടിച്ച് മരണപ്പെടുന്നത്. സാധാരണ ഒരു അപകടം എന്ന നിലയ്ക്ക് മാത്രമാണ് ഇത് ആദ്യം കണ്ടത്. എന്നാൽ പോലീസിൻ്റെ ചില നിരീക്ഷണങ്ങളാണ് ഇത് ആത്മഹത്യയാണ് എന്നൊരു സംശയത്തിലേക്ക് ഉന്നയിക്കാനുള്ള കാരണം. എന്തായാലും ആത്മഹത്യയാണെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ അനുജയും സുഹൃത്ത് ഹാഷിമും ഒരു 4 വർഷത്തോളം പരിചയക്കാരാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് അനുജ സഹപ്രവർത്തകരായ അധ്യാപകരോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയിരുന്നു. മടങ്ങി വന്നതിന് ശേഷം ഏനാത്ത് വെച്ചാണ് സുഹൃത്തായ ഹാഷിം ഈ വാഹനം, അനുജ സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി കാറിൽ കയറ്റിക്കൊണ്ടുവന്നത്. തുടർന്ന് ലോറിയിൽ ഇടിച്ച് അപകടമുണ്ടാകുകയായിരുന്നു. എന്തായാലും ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവർ സഞ്ചരിക്കുന്ന കാറിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ അനുജ കാറിൻ്റെ ഡോർ തുറക്കുകയും നിലവിളിക്കുകയും ചെയ്തതായിട്ടൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന ദൃക്സാക്ഷികൾ കൂടി പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുവായാലും ഈ ആത്മഹത്യക്കുള്ള ഒരു പ്രേരണ ഹാഷിം ഈ അനുജയ്ക്ക് നൽകി എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ പോയി ഇടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഇവർ സഞ്ചരിക്കുന്ന കാർ വരുമ്പോൾ തന്നെ ഈ ലോറി, ടാങ്കർ ലോറി, എതിരെ വന്ന ലോറി വഴി മാറിക്കൊടുത്തിട്ടും ആ ടാങ്കർ ലോറിയിലേക്ക് ചെന്ന് ഇടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ആത്മഹത്യ തന്നെയാണെന്നാണ് ഒരു നിഗമനം. കാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു ആത്മഹത്യയാണെന്ന നിലയ്ക്കാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ അനുജയും സുഹൃത്ത് ഈ ഹാഷിമും ഒരു 4 വർഷത്തോളം സുഹൃത്തുക്കളായിരുന്നു. നൂർനാട് സ്വദേശിയാണ് അനുജ, സുഹൃത്ത് ഹാഷിം ചാരുമൂട് സ്വദേശിയാണ്. ഇവർ ഒരേ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. ഒരു 4 വർഷത്തോളം ഇവർ അടുത്ത സുഹൃത്തുക്കളായി ബന്ധം സ്ഥാപിച്ചതായും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറാണ് ഈ മരണമടഞ്ഞ ഹാഷിം. നേരത്തെയും ഈ അനുജ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് സഹപ്രവർത്തകരായ അധ്യാപകരോട് പറഞ്ഞിരുന്നതായും ഈ അധ്യാപകർ ഇന്നലെ ഈ മരണത്തിന് ശേഷം അധ്യാപകർ കൂടി പങ്കുവച്ചിരുന്നു. എന്തായാലും ഈ ഒരു വലിയ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. കാരണം നിലവിലൊരു അപകട മരണം എന്ന് വിലയിരുത്തേണ്ട സാഹചര്യത്തിൽ നിന്നും പോലീസിൻ്റെ ഒരു നിരീക്ഷണമാണ് ആത്മഹത്യയാണ് എന്ന ഒരു കണ്ടെത്തലെത്തി. എന്തായാലും വിശദമായൊരു അന്വേഷണം ഇതിനാവശ്യമാണ്. പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു പരിശോധനയും അന്വേഷണം നടത്തുന്നുണ്ട്. വരും മണിക്കൂറുകളായിരിക്കും സ്വാഭാവികമായും ഇത്തരമൊരു കൃത്യമായ ഒരു ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ കണ്ടെത്തുന്നതിന് പോലീസിന് കഴിയുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് ആത്മഹത്യയ്ക്കുള്ള മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് രണ്ടുപേരും ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചിരുന്നതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അനുജ അത്തരത്തിൽ ഒരു സഹകരണം ഈ ആത്മഹത്യ ചെയ്യാനൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് തന്നെ അനുജ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതായിട്ട് ഈ വാഹനം ഓടിച്ചു പോകുമ്പോൾ ബഹളം വെക്കുകയും കാറിൻ്റെ ഡോർ തുറക്കുന്നതൊക്കെ ഈ ദൃക്സാക്ഷികൾ കണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു താല്പര്യം അനുജയ്ക്കുണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഹാഷിം അതിന് തയ്യാറായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ വാഹനത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് രാത്രി ഇവർ
വിനോദയാത്രയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ഏനാത്ത് വെച്ച് അനുജയെ ഒപ്പം കൂട്ടുമ്പോൾ ഒരു വഴക്കുണ്ടാക്കിയ ശേഷമാണ് ഹാഷിം ഈ അനുജയെ ഈ ബസ്സിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോകുന്നത്. അധ്യാപകരും അത് ദൃസാക്ഷിയാണ്. അപ്പോൾ അനുജ പറഞ്ഞത് തങ്ങളുടെ ബന്ധുവാണ് ഹാഷിം എന്നാണ് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. എന്തായാലും ഒരു വലിയ ഒരു അപകടം, അപകടത്തിൽ രണ്ടുപേരും മരണപ്പെടുന്നു. പിന്നീടുള്ള അന്വേഷണത്തിൽ ആത്മഹത്യയാണെന്ന് തെളിയുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ശശിനാരായണന്റെ റിപ്പോർട്ടാണ് കണ്ടത്.